ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ശൗനക ഋഷി പറയുന്നു, അങ്ങനെ രാജ്യം അദ്ദേഹം മുഴുവനുമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. ശത്രുക്കളെല്ലാം എല്ലാവരെയും നിഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം കൗരവരെല്ലാവരും അവരുടെ വിയോഗത്തെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം കാര്യങ്ങളെല്ലാം നടന്നു. അതേപോലെ തന്നെ ഭീഷ്മ പിതാമഹന്റെ നിർദ്ദേശങ്ങളും പാണ്ഡവർക്ക് എല്ലാവർക്കും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി അവര് രാജ്യം ഭരിച്ചു തുടങ്ങി. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ശൗനക ഋഷി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് രാജ്യം അവർ ഭരിക്കുന്നത്? യുധിഷ്ഠിര മഹാരാജാവിന്റെ കീഴിൽ രാജ്യഭരണം എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നു. ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം ധർമ്മം 100% പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ഇഞ്ച് പോലും അദ്ദേഹം ധർമ്മത്തിനെതിരെ, ധർമ്മം പാലിക്കാത്ത അല്ലെങ്കിൽ ധർമ്മം വിട്ട് ഒന്നും ചെയ്യില്ല. ധർമ്മരാജനാണ് അദ്ദേഹം. ധർമ്മരാജൻ അല്ലെങ്കിൽ ധർമ്മരാജന്റെ മകനാണ്, യമരാജന്റെ മകനാണ് അല്ലെ? കുന്തി മഹാറാണി നമുക്കറിയാം. യമരാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ധർമ്മരാജൻ എന്നുള്ള പേരും കൂടെയുണ്ട്. യുധിഷ്ഠിര മഹാരാജാവ് ഒരു ഇഞ്ച് പോലും മാറില്ല. അത്രമാത്രം തത്വങ്ങളും അത്രമാത്രം പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് രാജ്യത്തോട് ഉള്ള ഒരു അഭിനിവേശമോ അല്ലെങ്കിൽ രാജ്യം ഭരിക്കാനോ അങ്ങനെയുള്ള ഒരു ആഗ്രഹങ്ങളോ ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഭഗവാന്റെ സേവനമായി കണ്ടുകൊണ്ട് രാജ്യം ഭരിക്കുന്നതാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരു അറ്റാച്ച്മെന്റും രാജ്യത്തോടില്ല. അതാണ് ഇവിടെ പ്രഭുപാദ് പറയുന്നത് ഭാവാർത്ഥത്തിൽ. യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ അതൊരു ജോലിയാണ്. അതായത് ഞാൻ ക്ഷത്രിയനാണ്, അതുകൊണ്ട് ഇത് ഞാൻ ചെയ്തേ പറ്റൂ. അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെ ആഗ്രഹവും ഇതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ആ ഒരു ഡ്യൂട്ടിയായി അദ്ദേഹം ഇവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കണം, ഡ്യൂട്ടി ആയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് രാജ്യം ഭരിക്കുന്ന കാര്യം. എന്നാൽ ഭഗവാനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് പ്രേമമാണ്. അവിടെ ഒരു ഡ്യൂട്ടി ആയിട്ടുള്ള രീതിയിലല്ല ഭഗവാനോടുള്ള അടുപ്പം. രണ്ടും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന്റെ കർമ്മം, അദ്ദേഹം ഇപ്പൊ ചെയ്യേണ്ട, അതായത് ക്ഷത്രിയനായതുകൊണ്ട് അദ്ദേഹം രാജ്യം ഭരിക്കേണ്ടതായിട്ടുള്ള ഒരു കർമ്മം, അദ്ദേഹത്തിന് ഒരു കർത്തവ്യമുണ്ട്, അത് അദ്ദേഹം ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഭഗവാന്റെ മറ്റുള്ള, അതായത് നമുക്കറിയാം ഭക്തി ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ് ആയിട്ടുള്ള ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചാൽ നവവിധ ഭക്തിയാണ്, ശ്രവണം, കീർത്തനം, സ്മരണം എന്നുള്ളത്. എന്നാൽ ജോലി, ഇതുപോലുള്ള നമ്മുടെ ജോലികൾ ചെയ്ത് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ചെയ്യുന്നതും അത് തീർച്ചയായിട്ടും ഭഗവത് സേവനങ്ങൾ തന്നെയാണ്. എന്നാൽ അത് ആദ്യത്തെ കാറ്റഗറിയിൽ വരില്ല. ആദ്യത്തെ കാറ്റഗറിയിൽ നിന്ന് ശ്രവണം, കീർത്തനം, അതിനെ മറികടക്കാൻ ഒന്നുമില്ല ആ ഒരു പ്രോസസ്സുകൾ. കാര്യം ഡയറക്റ്റ് ആയിട്ടുള്ള ഭക്തിയുത സേവനങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അദ്ദേഹം മുന്നിലാണ്. ഭഗവാനോടുള്ള അദ്ദേഹത്തിന്റെ പ്രേമം അല്ലെങ്കിൽ ആ സ്നേഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം ഉണ്ട്. ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനെയും അത്രമാത്രം ഇഷ്ടമാണ്. പാണ്ഡവരെല്ലാവരെയും ഒരേപോലെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ രാജ്യം ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഭഗവത് സേവനമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യുന്നു. എന്നാൽ ഹൃദയത്തിലെ അദ്ദേഹത്തിനോടുള്ള കൃഷ്ണപ്രേമം അത് ഡ്യൂട്ടി ആയിട്ടുള്ളതല്ല. അതായത് എന്റെ ഗുരു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല. കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് അത് നാച്ചുറൽ ആണ് യുധിഷ്ഠിര മഹാരാജാവാണ്. ഭരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം. എന്നാൽ അല്ലെങ്കിൽ ക്ഷത്രിയന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. പ്രൈമറി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഭഗവാനോടുള്ള ഒരു ഭക്തിയാണ്. ആ ഭക്തിയിൽ യുധിഷ്ഠിര മഹാരാജ ഏറ്റവും മുന്നിൽ തന്നെയുണ്ട്. ശില ഭക്തിവിനോദ് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ 4 തരത്തിലാണ്, അതായത് ഭക്തി നമുക്ക് 4 രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. ഒന്ന്, പേടി കൊണ്ട്. ചില ആളുകൾ പേടി, അതായത് ഞാൻ നാമം ചൊല്ലിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പൂജയോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് ദോഷമുണ്ടാവും, അല്ലെങ്കിൽ അതൊരു പാപമാണ്, എന്തെങ്കിലും ഒരു അപകടങ്ങൾ സംഭവിക്കും അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കും, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. പേടി കൊണ്ട് ചെയ്യുന്ന ഭക്തി അത് ഏറ്റവും താഴെയാണ് അതിന്റെ സ്ഥാനം. ഈ രണ്ടാമത്
ഉണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ചൊല്ലുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അവരുടെ കാര്യം അവര് രണ്ടാമത്തെ പടിയിൽ വരുന്നു. അവര് പേടിച്ചുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് മുമ്പിലാണ്. എന്നാലും അവര് താഴത്തെ സ്റ്റെപ്പിൽ തന്നെയാണ്. കാര്യം ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. ഇനി അതിനു മുകളിൽ വരുന്നത് ഇതൊരു കർത്തവ്യമാണ്, ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഗുരു പറയുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഗുരു പറയുന്നു 16 മാല, അതുകൊണ്ട് ഞാൻ 16 മാല ചൊല്ലുന്നു. ഗുരു പറഞ്ഞു ആരതി അല്ലെങ്കിൽ ശ്രീമൂർത്തി വിഗ്രഹ ആരാധന ചെയ്യണം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അതും ഒരു ഡ്യൂട്ടി ബൗണ്ടാണ്. എന്നാൽ അതിനപ്പുറത്ത് ഏറ്റവും മുകളിൽ എന്താണ്? പ്രേമം അല്ലെങ്കിൽ സ്നേഹം. ഹൃദയത്തിൽ നിന്ന് ആ നിഷ്കളങ്കമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു പ്രേമം എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ തന്നെയാണ്. ആ ഒരു ലെവലാണ് നമുക്ക് എല്ലാവരും, ആ ലെവലിലേക്കാണ് നമ്മൾ ഉയരേണ്ടത്. യുധിഷ്ഠിര മഹാരാജാവ് ഓൾറെഡി ആ ലെവലിൽ തന്നെയാണ്. എന്നാൽ ഇവിടെ രാജ്യഭരണത്തിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം അതൊരു ഡ്യൂട്ടി ആയിട്ട് ചെയ്യുന്നു. എന്നാൽ ഭക്തിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ രണ്ട് വ്യത്യാസത്തെയും ഒന്ന് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. രണ്ട് കാര്യങ്ങളെയും. സൂത ഗോസ്വാമി ഉത്തരം പറയുന്നത് നമുക്ക് നോക്കാം. സൂത ഉവാച വംശം കുരോർവംശ ദവാഗ്നി നിഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരിഃ നിവേശയിത്വാ നിജരാജ്യ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, വായിച്ചോട്ടെ. വായിക്കൂ. ഹരേ കൃഷ്ണ. സൂത ഉവാച വംശം കുരോർവംശതവാഗ്നി നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോ ഹരി നിവേശയിത്വാ നിജരാജ്യീശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. സൂത ഗോസ്വാമി പ്രതിവചിച്ചു, യുധിഷ്ഠിര മഹാരാജാവിനെ അദ്ദേഹത്തിന്റെ സ്വന്തം രാജ്യത്തിൽ പുനഃസ്ഥാപിക്കുകയും ക്രോധമാകുന്ന മുളന്തീയാൽ എരിഞ്ഞൊടുങ്ങിയ കുരുവംശത്തെ പുനരുദ്ധരിക്കുകയും ചെയ്ത ശേഷം വിശ്വപരിപാലകനായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ സംപ്രീതനായി തീർന്നു. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു. സൂത ഗോസ്വാമി പറയുന്നു, അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരെല്ലാവരും യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ കുരുവംശം ഇല്ലാതെയായി. നമുക്കറിയാം ഇവിടെ അത് എടുത്തു പറയുന്നു, കുരുവംശം ഇല്ലാതെയായി എന്നുള്ളത്. കാര്യം അത് ഭഗവാന്റെ നിശ്ചയമായിരുന്നു. അധർമ്മമായിരുന്നു പ്രചരിക്കുന്നുണ്ടായിരുന്നത്. അധർമ്മത്തെ മാറ്റി ധർമ്മം സ്ഥാപിക്കുന്നു. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന് രാജ്യം കിട്ടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഈ ഭൗതിക ലോകത്തിൽ പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നു, പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ധർമ്മമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളത്. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം സ്വാർത്ഥതയുടെ പുറകിലുള്ള കാര്യം. സ്വാർത്ഥത കൊണ്ടാണ് രാജ്യം, ഇത് എന്റെ രാജ്യം, എന്റെ ആ എന്താ പറയാ, ഫാൾസ് ഈഗോ അല്ലെങ്കിൽ മിഥ്യാഹങ്കാരം ബേസ് ആക്കിക്കൊണ്ടുള്ള യുദ്ധങ്ങളാണ്. ഇതിൽ ധർമ്മമായിട്ട് ഒരു ബന്ധമില്ല. സനാതന ധർമ്മത്തെ സ്ഥാപിക്കുക എന്നുള്ളതോ അതൊന്നും ഇതിൽ വരുന്നില്ല. സ്വാർത്ഥതയും അതേപോലെ തന്നെ അവനവന്റെ മിഥ്യാഹങ്കാരവും കാരണം മാത്രം നടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഭഗവാൻ ഒന്നും പങ്കില്ല. എന്നാൽ ഇവിടെ ധർമ്മയുദ്ധത്തിൽ ഭഗവാന് പങ്കുണ്ടായിരുന്നു. ഭഗവാന്റെ സൂപ്പർവിഷനിലാണ് നടന്നിട്ടുള്ളത്. കാര്യം അത് ആവശ്യമാണ്. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. അത് അനുസരിച്ച് നമ്മൾ ധർമ്മത്തിന് ഗ്ലാനി വല്ലാതെ സംഭവിക്കുമ്പോൾ ഭഗവാൻ അതിനെ പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുള്ള ഒരു കർത്തവ്യമുണ്ട്. അദ്ദേഹം അതുകൊണ്ട് ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ആളുകൾ ഈ സെൽഫിഷ്നെസ് കൊണ്ട് ചെയ്യുന്നത് ഇതിൽ വരുന്ന കാര്യമല്ല എന്നുള്ളത് പ്രഭുപാദ് എടുത്തു പറയുന്നു. എന്നിട്ട് പ്രഭുപാദ് പറയുന്നു, ഭഗവാന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജീവജാലങ്ങളും ഭഗവാന്റെ അടുത്തേക്ക്, ആത്മീയ ലോകത്തിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ ക്ലേശങ്ങളിൽ നിന്നൊക്കെ മുക്തരായി ഭഗവാന്റെ അടുത്തേക്ക് പോകണം, അല്ലെങ്കിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു ഭഗവാൻ. വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, പ്രഭുപാദ് പറയുന്നു, അതുകൊണ്ട് ഈ ഒരു ഭൗതിക ലോകത്തിന്റെ സൃഷ്ടി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സൃഷ്ടി
അങ്ങനെയാണ് ഭഗവാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഇവിടെ ഒന്ന് ആലോചിക്കണം, ഇവിടെ ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വെക്കുക. സുഖങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും? ആളുകൾ ഭഗവാനെ ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഓർക്കുമോ? ഇല്ല. ഓർക്കാനുള്ള ഒരു സാധ്യതയുമില്ല. എന്നാൽ ക്ലേശങ്ങൾ വരുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ കണ്ണ് അവരോട് തുറക്കുന്നു. അപ്പോൾ ഈ ഒരു ഭൗതിക ലോകത്തെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഒരു പരിധിവരെ ആളുകൾക്ക്, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാനും ആളുകൾക്ക് ഒരു പരിധിവരെ സാധിക്കുന്നു. കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി പറയാനാണെങ്കിൽ ആളുകളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഭഗവാൻ പ്രതീക്ഷിക്കുന്നത്. ആളുകൾ മാറുന്നത്, അതായത് ഭഗവാനിലേക്ക് അവര് മുഖം തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കുന്നു. ക്ലേശങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിനുള്ള ഒരു പ്രചോദനമാവുന്നു. അതാണ് ഭഗവാനെ ശരണം പ്രാപിക്കാനുള്ള പ്രചോദനമാവുന്നു. അപ്പോൾ ഈ ലോകം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇവിടെ എല്ലാവരും ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ ആഗ്രഹം അതല്ല. ഭൗതിക ലോകത്തിൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല ഭഗവാന്റെ ആഗ്രഹം. ഭഗവാന്റെ ആഗ്രഹം ഇവിടെ നിന്ന് എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക്, അതായത് ആത്മീയ ലോകത്തിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സുഖ സൗകര്യങ്ങളും കാര്യങ്ങളും, ഇവിടെ കിട്ടുന്ന നമ്മുടെ പേരാവട്ടെ, പ്രശസ്തിയാവട്ടെ, ധനമാവട്ടെ, എന്ത് വേണമെങ്കിലും എടുത്തോളൂ, ഇവിടെ കിട്ടുന്ന എല്ലാം തന്നെ താൽക്കാലികമാണ്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആത്മീയ ലോകത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതൊന്നും ഒരു ഉപകാരമാവാൻ പോകുന്നില്ല, മറിച്ച് ബാധയാവാനേ പോകുന്നുള്ളൂ. കാര്യം നമ്മുടെ മിഥ്യാഹങ്കാരം കൂടുന്നു, ഈഗോ കൂടുന്നു, അത്യാഗ്രഹം കൂടുന്നു. കൂടുതൽ നമുക്ക് ഭൗതികമായിട്ടുള്ള സുഖങ്ങളും അല്ലെങ്കിൽ പേര് ആവട്ടെ, സുഖം, പേര്, പ്രശസ്തി, എന്ത് വേണമെങ്കിൽ, ഇതെല്ലാം നമ്മുടെ മിഥ്യാഹങ്കാരത്തെ കൂട്ടുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അതായത് കൂടുതൽ ഭൗതിക ലോകത്തിൽ നമ്മൾ ഇവിടെ പെടാനുള്ള അല്ലെങ്കിൽ പെട്ടിരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമോ ഒരു സംഭവമോ അല്ല നടക്കുന്നത്. അതാണ്. പ്രഭുപാദ് ഇതിനെക്കുറിച്ച് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ശ്ലോകം 3 നോക്കാം. നിശമ്യ ഭീഷ്മോത്തകമ അതാച്യുതോതകം പ്രവൃത്ത വിജ്ഞാന വിദോദ വിഭ്രമഃ ശശാസകാം ഇന്ദ്ര ഇവാജിതാശ്രയാ പരിദ്യൂപാന്താം അനുജാനുവർത്തിതഃ. ഓരോരുത്തരായിട്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3. നിശമ്യ ഭീഷ്മോക്ത മതമച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിദുത വിഭ്രമഃ ശശാസകാമീന്ദ്ര വിഭാജിതാശ്രയ പരിദ്യൂപാന്ത മനുജാനുവർത്തിതഃ. വിവർത്തന ശ്രീല പ്രഭാതർ കീജെ. ഭീഷ്മദേവന്റെയും ച്യുതി സംഭവിക്കാത്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളാൽ പ്രദുപ്തരായ മഹാരാജാവ് യുധിഷ്ഠിരൻ പരിപൂർണ ജ്ഞാനത്തെ സംബന്ധിച്ച് വിഷയങ്ങളിൽ സ്വയം നിരതനായി. കാരണം അദ്ദേഹത്തിന്റെ സർവ്വ ആശങ്കകളും ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം തന്റെ സോദരരാൽ അനുഗമിക്കപ്പെട്ടു ഭൂമിയും സമുദ്രവുമെല്ലാം ഭരിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. വിദൂത വിഭ്രമഃ. അതായത് ഭഗവാൻ ഇവിടെ ശ്ലോകത്തിൽ പറയുന്നു, അതായത് എല്ലാവിധ കൺഫ്യൂഷൻസും, യുധിഷ്ഠിര മഹാരാജന് ഒരുപാട് സംശയങ്ങളായിരുന്നു അല്ലെ. അദ്ദേഹം ആ എല്ലാ കുറ്റവും അല്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കാൻ കാരണം ഞാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം പഴിക്കുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പോൾ പുറത്തു വന്നു. ഭീഷ്മ പിതാമഹന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും രണ്ടുപേരും, ഭീഷ്മ പിതാമഹനാണ് പ്രത്യേകിച്ചും. ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്, മനസ്സിലായിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എന്നാൽ ഭീഷ്മ പിതാമഹൻ ശരിക്കും അദ്ദേഹത്തിനെ കണ്ണു തുറപ്പിക്കുന്നു. അപ്പോൾ പറയുന്നു, രണ്ടുപേരും ഭീഷ്മ പിതാമഹന്റെ കൃഷ്ണന്റെ എല്ലാം നിർദ്ദേശപ്രകാരം യുധിഷ്ഠിര മഹാരാജാവിന്റെ എല്ലാവിധ സംശയങ്ങളും മാറുന്നു. അങ്ങനെ പിന്നീട് അദ്ദേഹം ഭംഗിയായി ഈ ലോകം മുഴുവൻ, ഇവിടെ പറയുന്നു ഭൂമി മുഴുവനും ഭരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ആ
അതായത് അദ്ദേഹം വെറും ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യം മാത്രമല്ല ഭരിച്ചിരുന്നത്, ലോകം മുഴുവനും ഭരിച്ചിരുന്നു പറയുന്നു. ഈ ഭൂമി മുഴുവനും, അതായത് ഭാരതഖണ്ഡം മുഴുവനും ഭരിച്ചിരുന്നു യുധിഷ്ഠിര മഹാരാജാവ്. ശ്ലോകം അല്ല, ഇവിടെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു ഹസ്തിനാപുരത്തെ കുറിച്ച്. ഡൽഹി എന്ന് പറയുന്ന ഭാഗത്താണ് ഇന്നുള്ളത്. എന്നാൽ ഒന്ന് ആലോചിക്കണം, ഈ ലോകം മുഴുവനും നോക്കി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഹസ്തിനാപുരം. ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട ഭക്തരെ, നമ്മൾ ഇരിക്കുന്ന ഇന്ത്യ രാജ്യം സാധാരണ ഒരു സ്ഥലമല്ല. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഭാരതഭൂമിയിൽ ജന്മമെടുത്തിട്ടുള്ള ഓരോരുത്തരുടെയും ജോലിയാണ്, ഉത്തരവാദിത്വമാണ് ജന്മസാർത്ഥക കരെ കരോ പരോപകാർ. അതായത് ജന്മസാർത്ഥകർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മഹാസൗഭാഗ്യത്തെ നിങ്ങൾ വിടാതെ അത് ജീവിതത്തിൽ ആചരിക്കൂ. അതായത് ഒന്ന് ആലോചിക്കണം, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ കൃഷ്ണൻ അവതാരമായിട്ട് ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ. അതേപോലെ ചൈതന്യ മഹാപ്രഭുവും അവര് ഈ ഭാരതഖണ്ഡത്തിലെ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് പോവാം, അവതാരമെടുക്കാം. പക്ഷെ വളരെ സ്പെസിഫിക്കലി നമ്മൾ ഇരിക്കുന്ന ആ ഒരു ജംബുദ്വീപിന്റെ ഒരു ചെറിയ, അല്ലെങ്കിൽ ഭാരതഖണ്ഡത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇന്ത്യ, ഭാരതഭൂമി. ഭാരതഖണ്ഡം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനായി, എർത്ത് പ്ലാനറ്റ് മുഴുവനായി ഭാരതഖണ്ഡം. എന്നാൽ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ സ്ഥലം, ഇന്ന് നമ്മൾ പറയുന്ന ഇന്ത്യ രാജ്യം. അവിടെയാണ് ഭഗവാൻ അവതാരം എടുക്കുന്നത്. കൃഷ്ണൻ അവതരിച്ചു, ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. ഭഗവാൻ കൃഷ്ണന്റെയും മഹാപ്രഭുവിന്റെയും അല്ലെങ്കിൽ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരുടെ അവരും ആവിർഭവിക്കുന്നു. എത്രയോ ആചാര്യന്മാര് വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്രയോ ആചാര്യന്മാര്, ഗോസ്വാമിമാര് ഗോലക വൃന്ദാവനത്തിൽ നേരിട്ട് വരുന്നു. അതേപോലെ തന്നെ ഇനി വേറെ സമ്പ്രദായം എടുക്കുകയാണെങ്കിൽ ശ്രീപാദ് രാമാനുജാചാര്യർ വന്നിട്ടുണ്ട്, ശ്രീപാദ് മാധവാചാര്യരൊക്കെ, നിംബാർക്കാചാര്യര്, ശ്രീപാദ് വല്ലഭാചാര്യര്, ഇവരൊക്കെ വരിഷ്ഠരായിട്ടുള്ള ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണ്. ഇവരെല്ലാവരും ആത്മീയ ലോകത്തിൽ നിന്ന് വരുവാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലം സാധാരണ ഒരു സ്ഥലമല്ല. ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള, ഒരുപാട് ഐശ്വര്യവും ശക്തിയും ആത്മീയമായിട്ടുള്ള പൊട്ടൻസി ഉള്ള ഒരു രാജ്യമാണ്. എന്നിട്ടും നമ്മൾ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ശ്രീപാദ് ശങ്കരാചാര്യരും അതേപോലെ തന്നെ. ശ്രീപാദ് ശങ്കരാചാര്യം അദ്ദേഹം ഭഗവാൻ ശിവനാണ്. അദ്ദേഹമാണെങ്കിൽ കേരളത്തിലും അദ്ദേഹത്തിന്റെ ആവിർഭാവം വരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ലൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. പക്ഷെ നമുക്കതിന്റെ വില അറിയില്ല. ആളുകൾക്ക് ഇന്ത്യ ഇഷ്ടമല്ല, മറ്റുള്ള സ്ഥലങ്ങൾ, അമേരിക്കയും മറ്റുള്ള സ്ഥലങ്ങളിലും പോകാൻ ഒരുപാട് ആഗ്രഹമാണ്. ഈ രാജ്യത്തോട് ആർക്കും രാജ്യത്തോട് താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ രാജ്യത്തിൽ ഉള്ള പ്രത്യേകത എന്താണ്? ഈ ഒരു കൾച്ചർ, സനാതന ധർമ്മത്തിനുള്ള എല്ലാവിധ ഒരു സാഹചര്യമുള്ള ഒരു രാജ്യമാണ്. സനാതന ധർമ്മം ഫോളോ ചെയ്യാൻ സാഹചര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അത് മനസ്സിലാക്കാതെ സനാതന ധർമ്മം എന്താന്ന് പോലും അറിയാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ അതിനെതിരായിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് അവിടുത്തെ കൾച്ചറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, സനാതന ധർമ്മത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നു. ഇതാണ് അവസ്ഥ ഇന്ന് നടക്കുന്നത്. സനാതന ധർമ്മം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഭഗവാന്റെ മഹാകൃപയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ, അല്ലെങ്കിൽ ഈ ഓത്തന്റിക് ആയിട്ടുള്ള വൈഷ്ണവ സമ്പ്രദായങ്ങൾ. ഇപ്പോൾ നമ്മളിരിക്കുന്ന ഗൗഡിയ ബ്രഹ്മമാധവ ഗൗഡിയ സമ്പ്രദായമാവട്ടെ, അതേപോലെ തന്നെ ശ്രീ വൈഷ്ണവ സമ്പ്രദായമാവട്ടെ, രുദ്ര സമ്പ്രദായം, നിംബാർക്ക് സമ്പ്രദായം, ഇതെല്ലാം ഓത്തന്റിക് സമ്പ്രദായങ്ങളാണ്. ഇങ്ങനെയുള്ള കുറച്ച് സമ്പ്രദായങ്ങൾ, ശ്രീപദ് വല്ലഭാചാര്യരുടെ പുഷ്ടിമാർഗം, ഇതെല്ലാം വളരെ കുറച്ച് സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ ആ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള സമ്പ്രദായങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സനാതന ധർമ്മത്തെ ഒന്ന് ചെറിയ രീതിയിൽ അവര് ഈ പ്രോപ്പർ ആയിട്ടുള്ള സമ്പ്രദായങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതൊരു ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ സനാതന ധർമ്മത്തെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയ പോലും ഇല്ല ആളുകൾക്ക്. വെസ്റ്റേൺ കൾച്ചർ കൊണ്ടുവരുന്നു. എല്ലാവിധ തലതിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളും നടക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്.
നമ്മുടെ കൾച്ചറിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യവും ഒരുപാട് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇതൊരു പുരോഗതിയുടെ ഭാഗമാണ് അതായത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, പുരോഗതിയുടെ ഭാഗമാണെന്ന് വിചാരിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. ഇത് പുരോഗതിയല്ല, അധോഗതിയാണ്. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. എല്ലാവിധ കൾച്ചറുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പറയേണ്ട ആവശ്യമില്ല, എടുത്തെടുത്ത് പറയാൻ ആണെങ്കിൽ ഒരുപാടുണ്ട്. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ള ആളുകൾ അവനവന്റെ ജന്മ സഫലമാക്കുക, അതായത് ആത്മസാക്ഷാത്കാരം നേടുക, കൂട്ടത്തിൽ കറോ പരോപക്കാർ, മറ്റുള്ളവരെ സഹായിക്കുക, ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുമ്പോൾ ഒന്ന് നോക്കണം, ഇവിടെ ക്യാപിറ്റലാക്കി. അത് ഹസ്തിനാപുരം ക്യാപിറ്റൽ, ലോകത്തിന്റെ മുഴുവനും. ഇന്ത്യ പോട്ടെ, ഇന്ന് ന്യൂഡൽഹി എന്ന് പറയുന്നതാണ് ഹസ്തിനാപുരം. ഇന്നത്തെ ന്യൂഡൽഹി എടുക്കുവാണെങ്കിൽ ന്യൂഡൽഹി ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണെന്ന്. എന്നാൽ ലോകത്തിന്റെ മുഴുവൻ ക്യാപിറ്റൽ ആയിരിക്കുന്ന ഒരു സമയമാണ് പറയുന്നത്, യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയം. എല്ലാം അവിടെ സമൃദ്ധിയായിരുന്നു. അതായത് എല്ലാം കൊണ്ടും ഐശ്വര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഭരണകാലത്ത്. ഇവിടെ പറയുന്നു, പ്രഭുപാദ് പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ ഒരു ഐഡിയൽ ആയിട്ടുള്ള, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രാജാവ് നമ്മൾ അങ്ങനെ അധികം കാണില്ല. അതുകൊണ്ട് ഇന്ദ്രൻ, സ്വർഗലോകത്തിലെ ഇന്ദ്രനായിട്ടാണ് യുധിഷ്ഠിര മഹാരാജാവിനെ താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും. ഇന്ദ്രൻ ആക്ച്വലി, ഇന്ദ്രദേവൻ ഉള്ളത് വേറെ അദ്ദേഹം സ്വർഗലോകത്തിലുള്ള വ്യക്തിയാണ്. നമ്മൾ പറയുന്നത് ഭൂമണ്ഡലത്തിലെ ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കമ്പാരിസൺ വരുന്നത് സ്വർഗലോകത്തിലുള്ള ഇന്ദ്രനുമായിട്ട്. അപ്പോൾ അതിന്റെ അർത്ഥം യുധിഷ്ഠിര മഹാരാജാവിന്റെ ആ ഒരു പൊസിഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. യുധിഷ്ഠിര മഹാരാജാവിന്റെ ഒരു സ്ഥാനം ചെറുതല്ല. ഇന്ദ്രനും ചന്ദ്രനും വായു, സൂര്യ, അവരെല്ലാവരും യുധിഷ്ഠിര മഹാരാജാവിനെ പ്രകീർത്തിക്കുന്നു. യുധിഷ്ഠിര മഹാരാജാവിനെ അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷനും അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും ബഹുമാനിക്കുന്നു. അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദജിയും പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. 4. കാമാംബവർഷ പർജന്യഃ സർവകാമാ ദുഃഖാമഹി ശിശിചൂ സ്വവ്രജാൻ ഗാവഃ പയാസോധാ സ്വതീർമുദാ. ഹരേ കൃഷ്ണ. ചെല്ലട്ടെ പ്രഭു, ചെല്ലട്ടെ. ഹരേ കൃഷ്ണ. ശ്ലോകം 4. കാമം ബവർഷ പർജന്യ സർവകാമ ദുഃഖാമഹി ശിശിച്ചൂസ്മാവ്രജാൻ ഗാവ പയസോദ സ്വതീർമുദാം. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാരാജാവ് യുധിഷ്ഠിരന്റെ ഭരണകാലത്ത് മേഘങ്ങൾ പ്രജകൾക്കായി ആവശ്യമായ മഴ യഥേഷ്ടം വർഷിക്കുകയും ഭൂമി മനുഷ്യരുടെ എല്ലാ ആവശ്യങ്ങൾക്കും സമൃദ്ധിയായി വിളയിക്കുകയും ചെയ്തു. പശുവിന്റെ ആമോദപ്രദമായ ചിത്തഗതിയാലും തടിച്ച അകിടിനാലും മേച്ചിൽപ്പുറങ്ങളൊക്കെ പാലാൽ നനയ്ക്കുന്നത് പതിവായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭൂമി മുഴുവനും എല്ലാം കൊണ്ടും ഐശ്വര്യം മാത്രം. ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഭൂമി കനിഞ്ഞു കൊടുക്കുന്നു. ധാന്യങ്ങളാവട്ടെ, അതേപോലെ തന്നെ പച്ചക്കറികളാവട്ടെ, പഴങ്ങളാവട്ടെ, ആവശ്യത്തിനേക്കാൾ കൂടുതൽ. ഈവൻ ഇപ്പൊ സ്വർണം പോലുള്ള അങ്ങനെയുള്ള മെറ്റൽസ് ആവട്ടെ, എല്ലാം തന്നെ. പശുവിന്റെ കാര്യം പറയുന്നു, പശുവിന്റെ പാലിന് ഒരു ക്ഷാമം പോയിട്ട് ആവശ്യത്തിനേക്കാൾ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതായത് പശു വെറുതെ പുല്ല് കഴിച്ചിങ്ങനെ മേയാൻ പോകുമ്പോൾ തന്നെ പാലിങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പറയുന്നത്. അത്രമാത്രം പാലാണെന്ന് പറയുന്നത്. എന്താ പറയാനുള്ളത്? എന്താണ് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പ്രഭുപാദ് അതാണ് പറയുന്നത്. ഭാവാർത്ഥത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഭൂമി, അതായത് കൃഷിയും കൃഷി, ഈ രണ്ട് കാര്യങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക് ഓരോരുത്തർക്കും എന്ന് പറയുന്നു. നമുക്ക് വേണ്ട ധാന്യങ്ങളും പഴവും
അതേപോലെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ബാക്കി ചെറിയ ആവശ്യങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. അല്ലാതെ ഫാക്ടറിയുടെയും വലിയ വലിയ ഇൻഡസ്ട്രിയുടെയും ഒന്നും ആവശ്യമില്ല എന്നുള്ളത് പറയുന്നു. ശരിയാണ്. നമ്മൾ വിചാരിക്കുന്നു ടെക്നോളജി അനുസരിച്ച് ആളുകൾ മുന്നോട്ട് പോവുക എന്നുള്ളത്. ടെക്നോളജി ഒരു തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, എന്നാൽ മറുവശത്ത് അത് ഒരുപാട് ദോഷവും ചെയ്യുന്നുണ്ട്. ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി കുറച്ച് ടെക്നോളജി ആവശ്യമാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഭാഗവതം കേൾക്കുന്നത്, ഭാഗവതം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ചിലവർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്, ക്യാമറയുണ്ട്, അതില് മൈക്രോഫോൺ ഉണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഭഗവത് സേവനങ്ങളിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ വേറൊരു വശം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കണമെന്നില്ല, എന്നാൽ ഇത് കൂടുതലും ആളുകൾ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേണ്ട രീതിയിലല്ല. അപ്പോൾ പ്രഭുപാദിന്റെ ചോദ്യം സിമ്പിൾ ആണ്. ഇതിന്റെയൊക്കെ ആവശ്യം ഈ സിവിലൈസേഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൾച്ചറിന് വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ജീവിതം മതി എന്നുള്ളത്. അതാണ്. ഈ ഫാം കമ്മ്യൂണിറ്റികളൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഫാം കമ്മ്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഫാം കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇതുപോലെ പശുക്കളും ഒരു ഫാം പോലെ അവിടെ താമസിക്കും. അപ്പൊ അവിടെ ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല, അതായത് മണ്ണെണ്ണ വിളക്ക് വെച്ചുകൊണ്ട് ഇരിക്കുന്നു. പിന്നെ ഫാൻ ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ താമസിക്കുന്നവരുണ്ട്. അതായത് എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെയുള്ള തപസ്യകളോടുകൂടി ചില ഫാം കമ്മ്യൂണിറ്റികളൊക്കെ അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും ഇത് അനുയോജ്യമാവും എന്നുള്ളത് അറിയില്ല. വല്ലാത്തൊരു തപസ്യയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്തിയുത സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വല്ലാത്തൊരു എക്സ്ട്രീമിലേക്ക് പോകുന്നേക്കാൾ നല്ലത് ആവശ്യമില്ലാത്ത ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ നോക്കുക, ആവശ്യമില്ലാത്ത അറ്റാച്ച്മെന്റ്സ് നിന്ന് പുറത്തു വരിക, കൂട്ടത്തിൽ കൂടുതൽ ഭക്തി സേവനങ്ങൾ ചെയ്യുക. ആവശ്യങ്ങൾ നടക്കട്ടെ, ആവശ്യത്തിന് നമുക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ അതേപോലെ തന്നെ നടക്കട്ടെ. അല്ല, അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അനാവശ്യമായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എന്താണ് ആവശ്യമുള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട കാര്യമാണ്. ചെയ്യുന്ന കാര്യങ്ങളാവട്ടെ, നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന സാധനങ്ങളുടെ കണക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ വാങ്ങിച്ചു കൂട്ടുന്ന സാധനങ്ങൾ തന്നെ എത്ര ആവശ്യമുണ്ട്, എത്ര ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്, അല്ലെ? ഇങ്ങനെ ഇൻവെന്ററി കൂട്ടിവെക്കുക എന്നുള്ളത് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പൊ പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, നേരത്തെ പോലെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഭൂമി തരുന്ന ഈ പറയുന്ന പാലും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ അങ്ങനെ അല്ലെങ്കിൽ അത് മാത്രം മതി. അല്ലാതെ സിനിമാ കോട്ടയുടെയും അല്ലെങ്കിൽ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന കശാപ്പുശാലകളും അതേപോലെ വേശ്യ പ്രവൃത്തി ചെയ്യുന്ന സ്ഥലങ്ങളും ഇതിനൊന്നും ആവശ്യമില്ല. എന്താണ് ആവശ്യം? അതേപോലെ ഒരുപാട് ഹോട്ടലുകളും ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നത്തെ കാലത്ത് ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊരു ആവശ്യം ശരിക്കും പറയുകയാണെങ്കിൽ ഇല്ല. പക്ഷെ ഇങ്ങനെയുള്ള അനാവശ്യങ്ങളെ നമ്മൾ ആവശ്യമായി ധരിച്ച് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കിപ്പോ അതില്ലാതെ പറ്റില്ല എന്നാണ്. ഒരു 2 ജനറേഷൻ മുമ്പ് നോക്കൂ. 2 ജനറേഷൻ മുമ്പ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയുടെ സമയത്തോ അല്ലെങ്കിൽ ഒരു ജനറേഷനും കൂടെ മുമ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ആളുകൾ ചായ കാപ്പി പോലും കുടിക്കാത്ത അവസ്ഥയാണ്. ചായ കാപ്പി പോലും ബ്രിട്ടീഷുകാർ വരുന്നേക്കാൾ മുമ്പ് നമ്മൾ ആരും കുടിച്ചിരുന്നില്ല. ഇതെല്ലാം അതേപോലെ ഈ മദ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഈ ഫോറിൻ ലിക്കറും ഒരുപാട്, അതായത് കൾച്ചർ കംപ്ലീറ്റ്ലി മാറി. പിന്നെ അവിടുന്ന് പിന്നെ അധോഗതിയാണ്. അതായത് മുന്നോട്ട് ടെക്നോളജി കൂടുന്നു എന്നൊക്കെ പറയുന്നു, പക്ഷെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ നാച്ചുറൽ ആയിട്ട് ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ് പ്രഭുപാദ് നമ്മളെ ഉപദേശിക്കുന്നത്. അതായത് ഈ നായ്ക്കളെയും മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ആഹാരനിദ്ര ഭയം മൈഥുനമല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ഓർക്കുക. മനുഷ്യജന്മം എന്തിനാണ്? ഭഗവത് സാക്ഷാത്കാരത്തിനുള്ളതാണ്. അതിനുവേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ
വെറുതെ പാഴാക്കി കളയുവാണ് ഈ ഒരു സമയം മുഴുവനും എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ശ്ലോകം 5. നദ്യാ സമുദ്രഗിരയാ സവനസ്പതി വിരൂധഃ ഫലന്തി ഓഷധയാ സർവാഃ കാമം അനുവൃതു തസ്യ വൈ. മിനി മാതാജി നേരത്തെ വായിക്കാൻ മുന്നോട്ട് വന്നിരുന്നു. മിനി മാതാജിക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ശ്ലോകം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. നദ്യാ സമുദ്രാഗിരയാ സവനസ്പതി വിരുധ ഫലം ദോഷതയാ സർവ കാമമന്മൃദു തസ്യ വൈ. വിവർത്തനശീല പ്രഭുപാദിക്ക് ജയ്. നദികൾ, സമുദ്രങ്ങൾ, കുന്നുകൾ, പർവ്വതങ്ങൾ, വനങ്ങൾ, വള്ളിച്ചെടികൾ, ഓജസ്സുള്ള ഔഷധികൾ മുതലായവയെല്ലാം ഓരോ ഋതുക്കളിലും അവയുടെ നികുതി വിഹിതം രാജാവിന് അതിസമൃദ്ധമായേകി. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പോൾ നദികളും സമുദ്രങ്ങളും കുന്നുകളും എല്ലാം തന്നെ അതേപോലെ കാടും ഒക്കെ എല്ലാം അതായത് നദികൾ തരേണ്ടത് വെള്ളം നമുക്ക് ഉപയോഗിക്കാനുള്ള വെള്ളവും, സമുദ്രം നമുക്ക് മുത്ത്, പവിഴം അങ്ങനെയുള്ള വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ തരുന്നു. അതേപോലെ മലകളൊക്കെ കുന്നുകളൊക്കെ ഒരുപാട് നമുക്ക് വേണ്ട പച്ചക്കറികളും പഴങ്ങളും തരുന്നു. പിന്നെ ചിലപ്പോൾ ഖനി അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഖനി ഉണ്ടാവും. വെള്ളി, സ്വർണം എന്ന് പറയുന്ന മെറ്റൽസ് ഒക്കെ കിട്ടുന്നു. ഇതൊക്കെ പ്രകൃതി തരുന്നതാണ്. അതേപോലെ തന്നെ ഒരുപാട് മരുന്നുകളൊക്കെ കിട്ടുന്നു. എന്താണ് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, സമുദ്രമാവട്ടെ, നദികളാവട്ടെ, മലകളാവട്ടെ, കുന്നുകളാവട്ടെ, കാടാവട്ടെ, ഇവരെല്ലാവരും അവര് എന്താണോ കൊടുക്കേണ്ടത് രാജ്യത്തിന് വേണ്ടി, ആളുകൾക്ക് വേണ്ടി, അതവര് ഭംഗിയായിട്ട് ഒരു തടസ്സമില്ലാതെ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പ്രഭുപാദ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. അതായത് ഇത് ഈ ഒരു വിജയത്തിന്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സക്സസ് അല്ലെങ്കിൽ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ സംരക്ഷണത്തിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് വിജയം എന്നുള്ളത്. നമ്മൾ പറയില്ലേ സീക്രട്ട് ഓഫ് സക്സസ്. സീക്രട്ട് ഓഫ് സക്സസ് എന്താണ്? പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാന്റെ സംരക്ഷണത്തിൽ നമ്മൾ വരിക. സംരക്ഷണത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. എന്നാൽ നമ്മൾ ആ സംരക്ഷണം ചോദിക്കുമ്പോൾ ആ ഭഗവാന്റെ ഒരു കെയർ കൂടുതലുണ്ടാവും. അത് എപ്പോഴും അങ്ങനെയാണ്, നാച്ചുറൽ ആണ്. നമുക്ക് എന്തെങ്കിലും കാര്യം ആവശ്യം ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ അതിന് നമ്മൾ മുന്നിട്ട് ഇറങ്ങുമ്പോഴാണ് അതനുസരിച്ച് നമുക്ക് സഹായങ്ങൾ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ ആളുകൾ സപ്പോർട്ട് ഉണ്ടാവുമായിരിക്കാം, അങ്ങനെയൊക്കെ അല്ലെ. ആരെങ്കിലും നമ്മളെ സഹായിക്കാനൊക്കെ മുന്നോട്ട് വരും. നമ്മളൊന്നും മിണ്ടാതെ ഇരിക്കുകയാണെങ്കിൽ ആളുകൾ അറിയ പോലുമില്ല. അതേപോലെ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കാൻ, നമ്മൾ ഭഗവാനോട് ആശ്രയം ചോദിക്കുകയാണെങ്കിൽ ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സംരക്ഷണവും ആശ്രയത്തിനും വേണ്ടി അദ്ദേഹം തരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അദ്ദേഹം സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്തു തരുന്നു. മറിച്ച് നമ്മളത് മിണ്ടാതിരിക്കുകയാണെങ്കിലോ അത് ശരിയല്ല. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഭഗവാൻ സമൂഹം സർവഭൂതേഷു എന്നുള്ള ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മൾ ആ ഒരു ഇന്നർ സർക്കിളിൽ, ഭഗവാന്റെ ഇന്നർ സർക്കിളിൽ വരണമെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുക തന്നെ വേണം. അപ്പോൾ ആ വിളിയാണ് നമ്മൾ നാമത്തിലൂടെയും ഭാഗവത ശ്രവണത്തിലൂടെയും എല്ലാം ചെയ്യുന്നത്. ഭഗവാന്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നു. ഭഗവാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ അടുത്തോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഓക്കെ. പ്രഭുപാദ് ഫാക്ടറിയെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ഈ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. എല്ലാവരും പിന്നീട് വായിച്ചാൽ മതി. ശ്ലോകം 6. നാഥയോ വ്യാധയാ ക്ലേശ ദൈവഭൂതാത്മഹേതവഃ അജാതശത്രൗ അഭവൻ ജന്തൂനാം രാജ്ഞി കർഹിചിത്. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നാഥയോ വ്യാധയാ ക്ലേശാ ദൈവഭൂതാത്മഹേതവഃ അജാതശത്രവ അഭവൻ ജന്തൂനാം രാജ്ഞി കർഹിചിത്. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ്. രാജാവിന് ശത്രുക്കൾ ആരുമില്ലാത്തതിനാൽ ജീവാത്മാക്കൾക്ക് ഒരു കാലത്തും മാനസിക ദുഃഖത്താലോ രോഗത്താലോ അഥവാ അത്യുഷ്ണത്താലോ അതിശൈത്യത്താലോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. യുധിഷ്ഠിര രാജാവ് ഭരിക്കുന്ന സമയത്ത്
രാജാവിന് അദ്ദേഹത്തിന് ആരും ശത്രുക്കളില്ല. അജാത ശത്രു അഭവൻ, അദ്ദേഹത്തിന് ശത്രുക്കളെ ഇല്ല. അങ്ങനെ ഒരു ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത വ്യക്തിയാണ് യുധിഷ്ഠിര മഹാരാജാവ്. എല്ലാ ജീവജാലങ്ങളും ഒരുപാട് സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന കാലത്ത്. അസുഖങ്ങൾ കുറവ്, സ്ട്രെസ്, ഇപ്പൊ പറയുന്നു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെ, നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ആധ്യാത്മിക ക്ലേശങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന കാര്യം. അതായത് മനസ്സും ശരീരവും തരുന്ന ക്ലേശങ്ങൾ. മനസ്സാണതിൽ ഒരുപാട് ക്ലേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ആധ്യാത്മിക ക്ലേശങ്ങൾ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്ലേശങ്ങളും ഇല്ല, അസുഖങ്ങൾ പോലും ആളുകൾക്കില്ല, കൂടുതൽ ചൂടില്ല, തണുപ്പില്ല, എല്ലാം മിതമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാൻ എല്ലാവിധ നല്ല അറ്റ്മോസ്ഫിയറുമായിരുന്നു അന്ന് യുധിഷ്ഠിര മഹാരാജാവ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് ഇവിടെ വീണ്ടും പറയുന്നു. പിന്നെ പ്രഭുപാദ് അവസാനത്തെ ഭാഗത്ത്, ഭാവാർത്ഥത്തിന്റെ അവസാന ഭാഗത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും പറയുന്നു അദ്ദേഹം. അതായത് ഒരു വ്യക്തി, അദ്ദേഹം ഭഗവാന്റെ ഒരു നിരീക്ഷണ വലയത്തിൽ, അല്ലെങ്കിൽ ഭഗവാൻ ആ വ്യക്തിയെ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനോ മറ്റുള്ളവരെ സംരക്ഷിക്കാനോ കെയർ കൊടുക്കാനോ സാധിക്കില്ല എന്നുള്ളത്. അതായത് യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രജകളെ എല്ലാവരെയും, രാജ്യം മുഴുവനും ഭംഗിയായിട്ട് ഭരിക്കുവാനും എല്ലാ പ്രജകളെയും ഒരേപോലെ ശത്രുക്കളില്ലാതെ, മനുഷ്യരും മൃഗങ്ങളും ചെടികളും മരങ്ങളും എന്നുള്ള വ്യത്യാസം കാണാതെ യുധിഷ്ഠിര മഹാരാജാവ് എല്ലാ പ്രജകളെയും സന്തോഷിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രഭുപാദിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാവരെയും അങ്ങനെ പ്രീതിപ്പെടുത്തുവാൻ, സന്തോഷപ്പെടുത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ആ ഭഗവാന്റെ ഇന്നർ സർക്കിളിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതായത് ഭഗവാനും മനുഷ്യരും തമ്മിലുള്ള ആ ഫുൾ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. ആ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയായി നടക്കും. ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നതിന്റെ മെയിൻ ആയിട്ട് കാണുന്നത് പ്രശ്നം അതാണ്. ഭഗവാനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണ് ആളുകൾ നയിക്കുന്നത്. അത് രാജ്യം ഭരിക്കുന്ന ആളുകൾ മുതൽ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ്, അതാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അധോഗതിയാണ്. അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം എന്താണെന്നുള്ളത്. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 6 ശ്ലോകങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഇവിടെ തീരുന്നു. ഇനി 7ാമത്തെ ശ്ലോകം മുതൽ 14ാമത്തെ ശ്ലോകം വരെ ഇവിടെ ഭഗവാൻ കൃഷ്ണനുമായിട്ട് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തെ അവര് വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നതും, അല്ലെങ്കിൽ ഭഗവാൻ അവിടെ കുറച്ചു കാലം അവിടെ താമസിച്ചു, അതിനുശേഷം അദ്ദേഹം യുധിഷ്ഠിര മഹാരാജാവിനോട് യാത്ര ചോദിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്ന സെക്ഷനിൽ പറയുന്നത്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം ആ ഒരു ഭാഗം. ഓക്കെ, എല്ലാവരോടും നന്ദി പറയുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്, ജഗദ്ഗുരു ശീല പ്രഭുപാദ് की जय, समवेद गौर भक्तवृंद की जय, शचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय. जय जय श्री राधे श्याम, जय जय श्री राधे श्याम, जय जय श्री राधे श्याം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ആരെങ്കിലും? ഹരേ കൃഷ്ണ പ്രഭുജി. ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ തോന്നിയത്, കുന്തി ദേവി ഭഗവാനെ സ്തുതിച്ചപ്പോ ഭഗവാനോട് പറഞ്ഞിരുന്നു, അങ്ങയുടെ പാദസ്പർശം ഏറ്റ ഭൂമിയാണ് ഈ ഹസ്തിനപുരിയും ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും. അതിന്റെ കുളിര് കൊണ്ട് ഭൂമിദേവി എല്ലാം ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്. നദികൾ നിറഞ്ഞൊഴുകുന്നതായാലും പർവ്വതങ്ങള് എല്ലാം ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് പ്രകടിപ്പിച്ചു എന്നും ഇഷ്ടം കൊണ്ട്. അതുപോലെ തന്നെ സമുദ്രങ്ങളും എല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചിരുന്നതെല്ലാം പുറത്തേക്ക് പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭഗവാൻ ധർമ്മ സംരക്ഷണാർത്ഥം തിരഞ്ഞെടുത്ത്
ഏൽപ്പിച്ചു കൊടുത്ത ഒരു രാജാവ്, അത് ഏറ്റവും ധർമ്മിഷ്ഠനായ ഒരു രാജാവിന്റെ കയ്യിൽ ഈ ഭൂമിയെ കിട്ടിയപ്പോ ഭൂമി അതുപോലെ തന്നെ അതിന്റെ ഇമോഷൻസ് പ്രകടിപ്പിച്ചു എന്ന് തോന്നി പ്രഭുജി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൂമി, നമ്മുടെ ഈ ഇന്ത്യയിൽ, ഭാരതത്തില് ഉള്ള ഈ ആത്മീയമായിട്ട് സമ്പന്നമാണ് നമ്മുടെ ഈ രാജ്യം. അത് ഈ ലോകത്തിലുള്ള 1% പോലും ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ല. എന്താണോ ഏറ്റവും ശരിയായിട്ടുള്ളത് അത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തൊക്കെയോ അന്വേഷിച്ചു പോകുന്നു. അതൊന്നും ശരിയാവുന്നില്ല. പക്ഷെ ഏറ്റവും ശരിയായിട്ടുള്ളത് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ ലോകത്തിലുള്ള ജനങ്ങൾക്കും ഇഷ്ടമില്ല, വീട്ടിലുള്ള ജനങ്ങൾക്കും ഇഷ്ടമില്ല, കുടുംബത്തിലുള്ളവർക്കും ഇഷ്ടമില്ല, കേരളത്തിലുള്ളവർക്കും ഇഷ്ടമില്ല. പ്രഭുജി, ഹരേ കൃഷ്ണ. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അത്രേ തന്നെ സാധിക്കുകയുള്ളൂ. പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യുന്നവർ ആക്സെപ്റ്റ് ചെയ്യട്ടെ. അല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും, അല്ലെ? എന്തെങ്കിലും നല്ല ബുദ്ധിയൊക്കെ തോന്നാൻ വേണ്ടി. യെസ് മാതാജി, കറക്റ്റ് ആണ്. ഇന്നത്തെ അവസ്ഥ ഇതാണ്. എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക്? പറ്റുന്നത് പക്ഷെ ചെയ്യേണ്ടത് ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വമാണ്. പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും ഡൗട്ട്, കമന്റ്? ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, നമുക്കിപ്പോ ഇത് നമ്മൾ പറയുന്നതുകൊണ്ട് ഇത് കലിയുഗമാണെന്ന്. നമ്മള് ധർമ്മം ഒരു തൂണില് ഒരു കാലിൽ നിൽക്കുന്നതാണ്. അപ്പൊ നമ്മൾ 100% സക്സസ് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഹരേ കൃഷ്ണ പ്രഭുജി. സക്സസ് പ്രതീക്ഷിക്കേണ്ട കാര്യം ഇല്ല. അത് കലിയുഗത്തിന്റെ ഒരു പാർട്ട് ഉണ്ടെന്നുള്ളത് ശരി. പക്ഷെ കലിയുഗത്തിൽ ഇരുന്നു കൊണ്ടും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതം സത്യയുഗമാക്കാം. ആ ഒരു ഫ്രീഡം നമ്മുടെ കയ്യിലുണ്ട്. ഭഗവാനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കലിയുഗമല്ല. പിന്നെ കലിയുഗത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഇല്ല. അത് വോളണ്ടറിലി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ലോകം മുഴുവനും നേരെയാക്കാൻ ആളുകൾ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരുമോ എന്നുള്ളത് അടുത്ത ചോദ്യം. അത് കലിയുഗത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും നന്നായിക്കൂടെ? അതിനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് മഹാപ്രഭു സെലക്ട് ചെയ്തത് കലിയുഗം തന്നെ. കാര്യം ഇങ്ങനെയുള്ള ഒരു സമയത്ത് എല്ലാവരും ഒരു പ്രായണ അല്പായുഷ സഭ്യ കലോസ്മിൻ യുഗേ ജന, അല്ലെ? എല്ലാവരും ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കലിയുഗമാണ്. കലിയുഗത്തിലെ ധർമ്മം ഹരിനാമം ആയതുകൊണ്ട് ആ ഹരിനാമത്തെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന ആളുകൾക്ക് ഈ കംപ്ലീറ്റ്ലി ഇതെല്ലാം സത്യയുഗത്തിലെ ആളുകൾ ധ്യാനം കൊണ്ട് നേടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് നാമത്തിലൂടെ കിട്ടുന്നു. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമാക്കി തന്നു. കാര്യം നമുക്ക് അതിനുള്ള കപ്പാസിറ്റി കുറവായതുകൊണ്ട്. സത്യയുഗത്തിലുള്ള ആളുകളെ പോലെ 50,000 വർഷം ധ്യാനിക്കാനുള്ള ഒരു വകുപ്പ് ഇവിടെ ഇല്ല. നമുക്ക് സാധിക്കുന്നത് നാമജപമാണ്. അപ്പൊ നാമജപം പ്രോപ്പർലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, സങ്കീർത്തനം പ്രോപ്പർലി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഭാഗവതം പറയുന്നത്, ഇതിന്റെ പരീക്ഷിത് മഹാരാജാവിനോട് ശുകദേവ ഗോസ്വാമി 12ാമത്തെ സ്കന്ധത്തിൽ പറയുന്നത്, കലേർ ദോഷ നിധേ രാജൻ അസ്തിഹി ഏകോൻ മഹാഗുണാൻ കീർത്തന ദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരമൃജേത്. അതായത് കലേർ ദോഷ നിധേ രാജൻ, ഈ കലിയുഗം എന്ന് പറയുന്നത് സമുദ്രം പോലെയാണ്. അതായത് തെറ്റുകളുടെയും അനർത്ഥങ്ങളുടെയും സമുദ്രമാണെന്ന് പറയുന്നത്. ക്ലേശങ്ങളുടെയും പ്രശ്നങ്ങളുടെയും, നേരത്തെ പറഞ്ഞ പോലെ ഈ കലിയുടെ ഇൻഫ്ലുവൻസ് പൂർണ്ണമായിട്ടുണ്ട്. കലിയുഗം എന്ന് പറഞ്ഞാൽ അതാണ് ഓഷ്യൻ ഓഫ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഫോൾട്ടിന്റെ സമുദ്രമാണെന്ന് പറയുന്നു. എന്നാൽ കീർത്തനാദേവ കൃഷ്ണസ്യ, ആരാണോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്, കീർത്തനം ചൊല്ലുന്നത്, മുക്ത സംഘ പരംബ്രജ, അവർക്ക് പരംധാമത്തിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലി നമുക്ക് മാറാൻ സാധിക്കും. കളക്റ്റീവ്ലി നമുക്ക് എത്രമാത്രം സാധിക്കുമോ അത്ര ചെയ്യുക, പറ്റുന്ന പോലെ. അതാണ് ആദ്യം നമ്മൾ നന്നാവാൻ നോക്കുക, ബാക്കി പതുക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. അത്രയേ ചെയ്യാൻ സാധിക്കുള്ളൂ. ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. താങ്ക് യു പ്രഭു. ഒരു മാതാജി വന്നിട്ട് ചോദിച്ചിരുന്നു. ശോഭ മാതാജിയാണോ? മാതാജി ഹരേഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് നമ്മുടെ ഈ ഭാരതം ഭരിച്ചിരുന്ന കാലഘട്ടം എത്ര മനോഹരമായിരുന്നു. ആ രീതി അത് ഫോളോ ചെയ്താണ് നമ്മുടെ രാജ്യത്തെ എല്ലാ കർമ്മങ്ങളും നടത്തിയിരുന്നത്. അതനുസരിച്ചുള്ള എല്ലാ വീടുകളിലും പശുക്കളും കൃഷികളും അതനുസരിച്ച്
നമ്മുടെ കൂട്ടുകുടുംബങ്ങളും എല്ലാം അവർ കാണിക്കുന്നത് കണ്ടു വളർന്നാണ് ഞങ്ങൾ കുട്ടികളൊക്കെ വളർന്നിരിക്കുന്നത്. ഇനിയിപ്പോ ആ സംസ്കാരം കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. അവർക്കൊന്നും ഇന്നിപ്പം ഒന്നും ചെയ്യാനും താല്പര്യമില്ല. ഇപ്പം സ്ഥലങ്ങളൊക്കെ അവിടെ ഒന്നും ചെയ്യാനും താല്പര്യമില്ല. എല്ലാവരും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയി. നമ്മുടെ സംസ്കാരം അവരാരും ഉൾക്കൊള്ളുന്നുമില്ല. ഇപ്പം ഭഗവാനെ അവരൊക്കെ പണ്ടുള്ളവർ അതിനെ പിന്തുടർന്നത് കൊണ്ട് കുറച്ചൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അതിനോടൊന്നിനും താല്പര്യവും ഇല്ല. അവരൊക്കെ വേറൊരു കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതി ഫോളോ അപ്പ് ചെയ്താണ് അവരൊക്കെ ജീവിക്കുന്നത്. പറഞ്ഞാൽ നമുക്കിപ്പോ ഈ ഇസ്കോണിന്റെ ഇതിന്റെ വന്നതിന് ശേഷം ഹരിനാമകീർത്തനം പ്രചരിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെ ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെ. സംശയം വേണ്ട. ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം അതായിരിക്കും ആ ലാസ്റ്റ് മൂമെന്റില് ഭഗവാനെ അവതരിച്ചത്. അങ്ങനെ കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാകുമായിരുന്നെന്ന് നമ്മളടക്കം അതെ, മഹാപ്രഭുവിന്റെ മഹാദേയാണ് ഇന്ന് ഈ ഹരിനാമകീർത്തനം. അതിൽ കൂടെ ഒത്തിരി പേർക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. പ്രഭു നമ്മുടെ കുടുംബത്തിലുള്ളവരും അതിനായിട്ട് വരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. ശരിയാണ്, കറക്റ്റ്. താങ്ക് യു ശോഭ മാതാജി. വളരെ ഉള്ളിൽ നിന്ന് മാതാജിയുടെ ആ ഒരു ഫീലിങ്സോടുകൂടി മാതാജി ഇത് അവതരിപ്പിച്ചു. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും അതാണ് അവസ്ഥ. മഹാപ്രഭുവിന്റെ മഹാകൃപ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരുന്ന് ശ്രീമദ് ഭാഗവതം തിങ്കൾ ചൊവ്വ ബുധൻ ചർച്ച ചെയ്യില്ലായിരുന്നു. ആരെങ്കിലും ഒരു ശതമാനം ഒരാൾ പോലും ഇല്ല. അപ്പൊ ചില ആളുകൾ പറയും എന്റെ വീട്ടിൽ ഭാഗവതം ഉണ്ട്, ഗുരുവായൂരിന്റെ പബ്ലിക്കേഷന്റെ എന്റെ വീട്ടിൽ നാരായണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഭാഗവതം വായിക്കുന്നുണ്ടാവും, നാരായണം കേൾക്കുന്നുണ്ടാവും, പക്ഷെ 4 നിയമങ്ങൾ പാലിക്കുന്നില്ല, നാമം ചൊല്ലുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ഭഗവാനെ വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള ആൾക്കാരാണ് ഇവിടെ. ഭഗവാനെ അതിനെ സ്നേഹിക്കുന്നവരില്ല. ഭാഗവതം വായിക്കുന്നതും സപ്താഹങ്ങളിൽ കൂടെയും പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ മറ്റുള്ളവരെ കൂടെ അതിനകത്തോട്ടങ്ങ് ആക്കിയാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങൾ. അല്ലാതെ ഭഗവാനോട് ഒരു സ്നേഹമോ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. ഭഗവത് പ്രേമവും ഇല്ല. അപ്പോൾ അങ്ങനെയും പലതും നടക്കും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് പ്രേമത്തോടു കൂടിയാണോ, സ്നേഹത്തോടു കൂടിയാണോ? നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ അനുയായികളും പ്രഭുപാദും എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാനെ സ്നേഹിക്കാനാണ്. അല്ലാതെ അവിടെ ഒന്നുമില്ല, വേറൊരു സംഭവം അവിടെ ഇല്ല. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്രേമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു സമ്പ്രദായത്തിലോട് നമുക്കും ഓരോരുത്തർക്കും ഒരു സ്നേഹം തോന്നുന്നതും ആ ഒരു സന്തോഷം സംതൃപ്തിയും തോന്നുന്നതിന്റെ കാരണവും അതാണ്. കാര്യം ഇവിടെ പരിശുദ്ധ ഭക്തി അല്ലാതെ ഒന്നും തന്നെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നില്ല. ആർക്കെങ്കിലും അതിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഏത് ഭാവാർത്ഥം വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. പരിശുദ്ധ ഭക്തിയിലേക്ക് പരിശുദ്ധ ഭക്തരാക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ആചാര്യന്മാർ പ്രഭുപാദിന്റെയൊക്കെ ഒരേ ഒരു ആഗ്രഹം, മഹാപ്രഭുവിന്റെയും. അല്ലാതെ വേറൊന്നുമില്ല. അതിൽ പൈസയോ പേരോ പ്രശസ്തിയോ ഒന്നും വരുന്നില്ല. ആകെ വരുന്നത് ഭക്തരാവുക, പരിശുദ്ധ ഭക്തരാവുക. പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈതുകി, അതായത് അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദിയാനാവരുത് ആനുകൂലിയന കൃഷ്ണാനുശീല. ഒരു അഭിലാഷങ്ങളും ഭൗതികമായിട്ടുള്ള സ്ഥാനം, മാനം അല്ലെങ്കിൽ പൈസ, സമ്പത്ത് ഒന്നുമല്ല, മറിച്ച് പ്രേമം മാത്രം, ഭഗവാനോടുള്ള സ്നേഹം മാത്രം. അതിലേക്കാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് പറയുന്നു, വീണ്ടും നമ്മൾ ഓർക്കുക, മഹാപ്രഭുവിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ഒക്കെ മഹാകൃപ കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഇതിനുള്ളൊരു അവസരം കിട്ടിയിട്ടുള്ളത്. ഈ ഒരു അവസരം പാഴാക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന, അവർക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യാതെ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. താങ്ക് യു മാതാജി. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. തുടക്കത്തില് 240 പേരുണ്ടായിരുന്നു. ഇപ്പൊ 110 പേരൊക്കെ ആയി. ഇങ്ങനെ കുറഞ്ഞു വരുന്നില്ലേ ഭഗവാന്റെ അടുത്ത് എത്തുമ്പോ? അത് ഓരോരോ എന്താ പറയാനാ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാരും വരിക, പ്രഭുജിയുടെ അതിരുപുറം നമുക്ക് മുടങ്ങാതെ